ഹലോ ഗൈസ്, കഴിഞ്ഞിട്ട് നമ്മൾ ദിവസം ഒരു വീഡിയോ ഇട്ടാഞ്ഞ് മുട്ട വേവിച്ചിട്ട് പൊരിക്കുന്നത്. ഇന്ന് നമ്മൾ മുട്ട വേവിച്ചിട്ട് പുഴുങ്ങുന്നത്. പിന്നെ നമുക്ക് നേരെ പോവാം. നമ്മൾ ഇതൊക്കെ ചൂടാക്കാകുമ്പോഴത്തേക്കുമാണ് നമ്മൾ വെള്ളം ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാടമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പൊട്ടിയോ അവിടെ? ഇല്ല, പതുക്കെ എടുത്തിടണം. അപ്പോൾ നമുക്ക് ഇത് വെയിറ്റ് ചെയ്യണം. നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യണം. കാടമുട്ടയാണ്, അപ്പോഴത്തേക്ക് നമുക്ക് എടുക്കിടാം. അപ്പോൾ ഗൈസ്, ഉണ്ണിക്കുട്ടനാണെങ്കിൽ അവിടുത്തെ 4 ബ്രൈറ്റ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ അമ്മൂമ്മയുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ എടുക്കാൻ പോയിരിക്കുകയാണ്. അത് നമുക്കിവിടെ എടുക്കാം. അപ്പോൾ ഞങ്ങളുടെ അമ്മൂമ്മയുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. 4 ബ്രൈറ്റ്സ് എന്നാണ് പേര്. ആൻഡ് താങ്ക്സ് ഫോർ 37 സബ്സ്ക്രൈബേഴ്സ്. ഗൈസ്, എങ്ങനെയെങ്കിലും 50 അടിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വീഡിയോ ഇട്ടാഞ്ഞ് നമ്മൾ 50 അടിക്കുമ്പോൾ, പക്ഷേ അതിങ്ങനെ സ്പെഷ്യൽ സെലിബ്രേഷനൊന്നും ഇല്ല. ഒരു സ്പെഷ്യൽ വീഡിയോ ഇടും, താങ്ക്സ് ഫോർ 50 അങ്ങനെ. പക്ഷേ അങ്ങനെ ബലൂണൊന്നും ഇട്ടിരുന്നില്ല. നമുക്ക് 100 ആകുമ്പോൾ കേക്ക് മുറിക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാണ്. ഗൈസ്, അവരവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ KFC ഉണ്ടാക്കിയ ഗ്യാസാണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ കാറ്. അത്യാവശ്യം ഒരു വലിയ കാറ് തന്നെയാണ്. മാരുതി സുസുക്കി ഡിസയറാണ്. നല്ല ഇത് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ നല്ല കാണിച്ചു തരാം. സാരഥി എക്സ്പീരിയൻസ് ദ ന്യൂ ഡ്രൈവ്. അതൊന്നുമില്ല, ട്രിവാൻഡ്രത്തുനിന്ന് കിട്ടുന്നതാണ്. ഞാൻ വലുതാകുമ്പോൾ BMW കണ്ട് എൻ്റെ ആഗ്രഹം BMW ആണ്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നെ BMW മേടിക്കാൻ നിങ്ങളെല്ലാവരും സഹായിക്കണം, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്. അതൊന്നുമില്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. എന്തായാലും നമുക്ക് നമ്മുടെ മുട്ടയാണെങ്കിൽ അവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഗ്ലാസ്സിനാണ് ഞാൻ അതുകൊണ്ട്. ഓക്കെ, വേണ്ട ഗൈസ്, ഇപ്പോൾ നന്നായിട്ടൊന്നും കാണില്ല. വീഡിയോ നന്നായിട്ട് ഷേക്ക് ആവുന്നു. ലാഗ് അടിക്കുന്നുണ്ടെങ്കിൽ സോറി ഗൈസ്, എനിക്കറിയില്ല ലാഗ് അടിക്കുന്നുണ്ടോയെന്ന്. ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ ലാഗ് അടിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവരവിടെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഉണ്ണി ഒരു ഹായ് അടിച്ചേ. അതുകൊണ്ട് ഉണ്ണി അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹായ് അടിക്കുന്നതൊക്കെ കാണാം. അവൻ ഒരാളുടെ 4 ബ്രൈറ്റ്സിൻ്റെ ചാനൽ അടിക്കുകയാണ്. ഗൈസ്, ഫസ്റ്റ് ടൈം ഇൻ കേരളയാണിത്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ടൈം ഇൻ കേരള ആയതുകൊണ്ട് എല്ലാവരും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഫസ്റ്റ് ടൈം ഇൻ കേരള വെയിലത്ത് പുരുങ്ങുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ മുട്ട ഏകദേശം എൻ്റെ കൈയുള്ളി വെയിലത്ത് നല്ല ചൂടാണ്. ഗൈസ്, നോക്ക് ഒന്ന് വെച്ച് നോക്കിയാൽ പതൊക്കെ ചെറുതായിട്ട് ഗൈസ് ചൂടെന്ന് വെച്ചാൽ ഗൈസ് ഞാനിപ്പോൾ നല്ല ചൂടെന്ന് പറഞ്ഞ് അത് അത്യാവശ്യം ചെറിയ ചൂടാണ്. എന്താണ്ട് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇവിടെ കൈ ചൂടുന്ന ചെറിയ ചൂടേ ഉള്ളൂ, അല്ലാതെ വേറെ ചൂടൊന്നും കാണുന്നില്ല. അത് നമുക്ക് കുറച്ച് നേരം കൂടെ അങ്ങ് വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് ടൈം ഇൻ കേരള. ഗൈസ്, ഇവിടെ മരക്കോളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുട്ടയ്ക്ക് വെയിൽ കിട്ടില്ലെന്ന് തോന്നുന്നു. കിട്ടുന്നുണ്ട് ഏകദേശം. ഗൈസ്, ഉണ്ണിക്കുട്ടൻ ചെയ്ത് നോക്ക്. ഇത് ഇച്ചിരി തണുത്ത വെള്ളം ഉണ്ടായി, ഞാൻ അതവനെടുത്ത് ഇതിട്ട് അല്ലേ ഗൈസ്. ഇവൻ തണുത്ത വെള്ളം ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇത്ര കുറച്ച് തണുത്ത വെള്ളം ഉണ്ടായി, അത് ഇട്ട്. അതുകൊണ്ട് നമ്മുടെ മുട്ട ഇപ്പം തണുക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഭയങ്കര ചൂട് ഗൈസ്. ഇല്ല ഗൈസ്, ചെറിയ ചൂടേ ഉള്ളൂ അല്ലേ ഗൈസ്? ചെറിയ ചൂടേ ഉള്ളൂ. ചെറിയ ചൂടല്ലേ? ഇവിടെ ഇവിടെ ഇച്ചിരി ചൂടൊക്കെ ഉള്ളൂ ഗൈസ്, ചെറിയ ചൂട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കുറേ നേരം. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് വെക്കണം. അതൊന്നും വേണ്ട, ഇത് ആയിക്കോളും. മുട്ട പൊട്ടിയെന്ന് ഇല്ല, മുട്ട ഒന്നും പൊട്ടിയിട്ടില്ല. അത് നേരത്തെ നീ വരട്ടെ. അല്ല ഗൈസ്, എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടോ? അപ്പം ഗൈസ്, നമ്മളൊരു സംഭവം അറിഞ്ഞു. വേറൊരു മുട്ടയും കൂടെ അവിടെ നിന്നുണ്ടെന്ന്. എന്തായാലും നമുക്ക് ആ മുട്ടയും കൂടെ ഒന്ന് ഇടാം. 2 മുട്ട ഉണ്ട്. അപ്പോൾ ഇവനെയും കൂടെ തിന്നാൻ കൊടുക്കാം. ദാറ്റ് മീൻസ് ഇത് ഈ ചെറിയ മുട്ട 2 പേർക്കും ഹാഫ് ആക്കി പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വേറൊരു മുട്ടയും കൂടെ നമ്മൾ ഇടുവാണ്. ഗൈസ്, നമ്മൾ 2 മുട്ട ഇട്ടു. അതുകൊണ്ട് ഇപ്പം എന്തായാലും 2 പേർക്കും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇന്ന് കഴിക്കാമല്ലോ അല്ലേ? ഇതാകുമ്പോൾ ഹാഫ് ആക്കണ്ട. അവിടെ ഇത് നല്ലതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 മുട്ട ഒരേ സമയത്ത്. എനിക്ക് തോന്നുന്നു ഈ മുട്ട ആയിന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഗൈസ് അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. നമ്മുടെ മുട്ടയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു മുട്ടയേ ഉള്ളൂ. ആ ഒരു മുട്ട ഞാൻ എടുത്ത് കഴിച്ചു. ആ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മുട്ട ഇവിടെ റെഡി കൊണ്ടിരിക്കുകയാണ്. ഗൈസ് കുറേ നേരം നമ്മൾ വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറെങ്ങാണ്ടായിരുന്നു തോന്നുന്നു. ഒരു ഹാഫ് എനിക്ക് തരാമോ? അവൻ കഴിച്ചില്ലേ ഗൈസ് എന്തായാലും ഒരു ഹാഫ് റെഫറൻസ് അല്ലേ ഗൈസ്? എൻ്റെ ഇച്ചിരിയേ വെന്തിട്ടുള്ളൂ. അതുകൊണ്ട് അത് ഇച്ചിരി ഇത് ഇതേപോലെ തന്നെ ആയിട്ടുണ്ട്. പക്ഷേ മറ്റേത് ചെറുതായിട്ടേ വെന്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഹാഫ് ആകാം മതി. ഓക്കെ, ഫസ്റ്റ് ടൈം ഇൻ കേരളമാണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാനും കഴിക്കണം. ടേസ്റ്റിന് വലിയ മാറ്റമൊന്നുമില്ല. ആ, ടേസ്റ്റിന് വലിയ മാറ്റമൊന്നുമില്ല. ഇച്ചിരി വെന്തിട്ടുള്ളൂ ഗൈസ്, അതാണ് കുഴപ്പം. ഗൈസ് ഇച്ചിരിയേ വെന്തിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാം ഫ്ലോപ്പായെന്ന് തോന്നുന്നു. അത് നമ്മുടെ രണ്ടാമത്തെ ഫ്ലോപ്പ് ആയില്ല കേട്ടോ. രണ്ടാമത്തെ ഫ്ലോപ്പായില്ല. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം ഇൻ കേരള. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.